ഞാനവിടെ ഇല്ലായിരുന്നു. ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങളോട് മക്കൾ ധൈര്യമായിട്ട് മെഡിക്കേറ്റ് മരുന്നും കഴിച്ച് ഇരുന്ന് പെട്ടെന്ന് പഴയ പോലെ നമുക്ക് ഓടി നടക്കണ്ടേ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ ശൈലജയായിരുന്നു മന്ത്രിസഭയിലെ വനിതാമുഖം. ക്ലീൻ ഇമേജുമായി ടീച്ചറമ്മ താരമായി. അതിനുശേഷം മന്ത്രി വീണ ജോർജ് വന്നു. രണ്ടാം പിണറായി ഭരണകാലത്തെ സ്ത്രീ മന്ത്രി. 10 കൊല്ലത്തിന് ശേഷം വീണ്ടും UDF അധികാരത്തിൽ. ഇടതുകോട്ടയായ കൊല്ലത്ത് നിന്നും ജയിച്ച കോൺഗ്രസുകാരി. മണ്ഡലത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ച് ജയം നേടിയ ബിന്ദുകൃഷ്ണ. VD സതീശൻ മന്ത്രിസഭയിൽ 2 വനിതാ മന്ത്രിമാരുണ്ട്. അതിൽ ഒന്ന് തുളസിയാണ്, രണ്ടാമത്തെയാളാണ് ബിന്ദു. എന്തായാലും ബിന്ദു വ്യത്യസ്തയാണ്, ഏറെ വ്യത്യസ്ത. സാധാരണ സ്ത്രീയെ പോലെ വേദനകൾ കേൾക്കുന്ന മന്ത്രി. ബിന്ദുകൃഷ്ണയെ പുകഴ്ത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ വേദന അനുഭവിക്കുന്ന ഒരു യുവതിയെ എന്താ മക്കളെ എന്ന് തനി നാടൻ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്ന മന്ത്രി. ഇതൊന്ന് കണ്ടും കേട്ടും നോക്കിയാൽ മതി ബിന്ദുകൃഷ്ണയുടെ ഇടപെടൽ രീതി അറിയാൻ. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ചു. ആ കുട്ടിയുടെ അമ്മൂമ്മയെയും ബിന്ദു കണ്ടു. അവിടെയും സാന്ത്വനം നൽകി. ആ മരിച്ച കുട്ടിയുടെ അച്ഛന്റെ വീട്ടിലും മന്ത്രി എത്തി. ബിന്ദുകൃഷ്ണയുടെ ഈ ഇടപെടൽ കരുതലിന്റേതാണ്. ഒരു കുഞ്ഞിനെ ഇനി വരുത്തരുത്. അവള് ഈ ഏപ്രിൽ 11 മുതൽ ഇത്രയും ഡേറ്റിനുള്ളിൽ ഒരു ദിവസമെങ്കിലും ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് ആ മുറിവിന്റെ അടയാളമെങ്കിലും കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്നു. അവളെ ശ്രദ്ധപ്പെട്ടു. എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ ഏൽപ്പിച്ചില്ല, അല്ലെങ്കിൽ ആരെടുത്ത് ഏൽപ്പിച്ചറിയുന്നു ചൈൽഡ് ലൈനിൽ വിളിച്ച് അറിയിക്കാം. ഇക്കാര്യം ഞാൻ ഈ കൈ പൊട്ടിയ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ തന്നെ മെയ് 3-ാം തീയതി കണ്ടാണെന്ന് തോന്നുന്നു. ആ ഡേറ്റ് ഞാൻ കണ്ടാണ്. ഞാൻ ചൈൽഡ് ലൈനിൽ അവിടെ ഒരു സാറുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞ സ്റ്റേഷനിൽ 3-ാം തീയതി ചെല്ലാൻ പറഞ്ഞേക്കല്ലേ, അവിടെ ചെന്ന് ഒത്തീർപ്പാക്കി എന്തിനാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞു. പക്ഷെ നിലവിൽ എനിക്ക് ഒന്നും പിന്നെ അറിയാൻ പറ്റിയില്ല. അപ്പോഴേ എന്റെ അപ്പി പോയി. അപ്പോഴെന്റെ അപ്പി ഈ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമ്പോ ആ കുട്ടി ഒരു പ്രാവശ്യമെങ്കിലും ഓർമ്മിക്കും എന്റെ അമ്മ പറയാൻ പറ്റില്ലല്ലോ. അവര് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നൂടെ, എന്നെ കൊന്നൂടെ. ഞാൻ പോവായിരുന്നല്ലോ, എന്റെ അപ്പിയുടെ ജീവൻ കിട്ടുമല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്കിനി വേണ്ടെങ്കിലും ഒരു മോളെനിക്ക് വേണ്ട. സമൂഹത്തിലും ഉള്ളതിലും ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പാടില്ല. എല്ലാ കുടുംബങ്ങളും നമ്മുടെ ശ്രദ്ധ വേണം. മുമ്പൊക്കെ നമുക്ക് പിന്നെ ലോകത്തെ ഏറ്റവും സുരക്ഷിത അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. അല്ലാതെ എനിക്ക് 1-ല്ലോ 2-ല്ലോ 10-ല് കേസ് വരിക. അപ്പം അക്കാര്യത്തിൽ വളരെ ശ്രദ്ധ നമ്മളെല്ലാ അംഗൻവാടി പ്രവർത്തകരും ആശാപ്രവർത്തകരും എല്ലാവരും കുടുംബങ്ങളൊരു കണ്ണ് വേണം. എവിടെയാ എന്താ നടക്കുന്നത് ശ്രദ്ധപ്പെട്ട അപ്പോഴേ അറിയിക്കുന്നത്. അമ്മേ ആയിക്കോട്ടെ, അപ്പുറത്തൊന്ന് പോയിട്ട് പോകാം. ദൂരെ തന്നെ നല്ല കറിയൊക്കെ കഴിക്കാൻ പറ്റില്ല. പിന്നെ വളർത്തുന്നതൊക്കെ